നിഷാദെ, വളരെ ലളിതമായിട്ട് പരിഹരിക്കാവുന്ന ഗുരുതരമായൊരു പ്രശ്നമാണിത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ജനങ്ങളെ മൊത്തം കലാപത്തിലേക്ക് നയിക്കാൻ മാത്രം പ്രാപ്തമായിട്ടുള്ള അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള ഒരു കണ്ടൻറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതേക്കുറിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അത് മറ്റൊരാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്നു, അയാൾക്കെതിരെ CPM-ൻ്റെ നേതാവ് പരാതി കൊടുക്കുന്നു. അങ്ങനെ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗ് പ്രവർത്തകന് നേരെ കേസെടുക്കുന്നു. ആ ചെറുപ്പക്കാരൻ ഞാനിത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നു, SP-യെ സമീപിക്കുന്നു, DGP-യെ സമീപിക്കുന്നു. അവരാരും അയാളെ സഹായിക്കാൻ രംഗത്ത് വരുന്നില്ല. അവസാനം അയാൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നേടിയെടുക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 13-ാം തീയതി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. ഞങ്ങളിത് പരിശോധിച്ചപ്പോൾ ഇവിടം വരെയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്ന ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന DYFIയുടെ മേഖലാ സെക്രട്ടറി റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്ത് അവിടം വരെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങേർക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ റിപ്പോർട്ട് 13-ാം തീയതി കൊടുക്കുന്നു, 13-ാം തീയതി തന്നെ വാർത്തയാവുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ നിസ്സാരമായ കാര്യമല്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിഷലിപ്തമായ, ഏറ്റവും വർഗീയത തുളുമ്പി നിൽക്കുന്ന ഒരധ്യായം, ഒരേടാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിബേഷ് രാമകൃഷ്ണന് ഇതെവിടുന്ന് കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരുപാട് പുകപടലങ്ങൾ ഒഴിഞ്ഞു കിട്ടും. ആ റിബേഷ് രാമകൃഷ്ണന് ആരാണ് അത് അയച്ചു കൊടുത്തതെന്ന് റിബേഷ് രാമകൃഷ്ണന് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് റിബേഷ് രാമകൃഷ്ണനാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ പൊതുസമൂഹത്തിന് മുമ്പിലില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു പ്രശ്നത്തിന് എന്തിനാണ് DYFI ഇനാം പ്രഖ്യാപിക്കുന്ന പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ റിബേഷ് വിചാരിക്കുകയാണ് ഞാൻ ഇതങ്ങ് പറയാം എന്നയാൾ വിചാരിക്കുകയാണ് ഈ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ ഈ ആശങ്കകൾ അത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയാൽ അത് പറയാം, അല്ല വേറെ ഒരു ലീഗുകാരൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാൽ അത് പറയാം, അല്ല താൻ തന്നെ ഉണ്ടാക്കിയാണ് അതും പറയാം. എന്നാൽ ഈ പുകപടങ്ങൾ അവസാനിച്ചിട്ടില്ല. അപ്പം ഈ ആഗസ്റ്റ് 13 മുതൽ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്, റിബേഷിന് ഇത് എവിടുന്ന് കിട്ടി? അപ്പോൾ റിബേഷിന് ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ റിബേഷാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 25 ലക്ഷം തരാമെന്ന് പറയുന്നത്. ഒന്നാമത് ആർക്കാണ് ഇനാം പ്രഖ്യാപിക്കുന്നത്? ഇത് തെളിയിക്കേണ്ട ചുമതല ആർക്കാണ്? പോലീസിനാണ്. പോലീസിന് ഇനാം കൊടുക്കുന്ന പോലെ പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. പോലീസിന് എങ്ങനെയാണ്? പോലീസുകാർക്ക് ശമ്പളം അല്ലാതെ ഇനാമുണ്ട്. ഗവൺമെൻറ്റിന് വേണേൽ എന്തെങ്കിലും പ്രത്യേകമായ റിവാർഡുകൾ പ്രഖ്യാപിക്കാം. ഒരു യുവജന സംഘടനയ്ക്ക് എങ്ങനെയാണ് പോലീസിന് ഇനാം കൊടുക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ ലളിതമായിട്ട് പരിഹരിക്കാവുന്ന ലളിതമായൊരു ചോദ്യമാണ് റിബേഷ് രാമകൃഷ്ണന് ഇത് എവിടുന്ന് കിട്ടി? ഈ ചോദ്യം ചോദിക്കുമ്പോൾ DYFI നേതാക്കൾ ടെലിവിഷൻ ചാനൽ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് ആലോചിക്കും. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിഷാദ്, ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഉണ്ടായി, ഞാൻ എന്താ ചെയ്യുക? സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മോൻ്റെ അടുത്താണ് കൊടുക്കുക, അവനത് പരിഹരിക്കും. ഇത് നമ്മുടെ നാട്ടിൽ ചെറിയ പിള്ളേർക്കറിയാം മൊബൈൽ ഫോൺ എന്താണ്, അതിൽ സംഗതികൾ എന്താണ്, അതിൽ ഫോർവേഡ് എന്താണ്, ഒരു കാര്യം അങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് അറിയാവുന്ന നാട്ടിലെ സകല പിള്ളേർക്ക് അറിയാവുന്നൊരു കാര്യമാണത്. ഇതേക്കുറിച്ചാണ് DYFI നേതാക്കൾ പറയുന്നത് റിബേഷിന് അറിയില്ല, അതറിയാൻ പറ്റിയില്ല, മറന്നുപോയി, എവിടുന്നാവെന്നും അറിയില്ല. വിത്തിൻ മിനിറ്റ്സ്, വിത്തിൻ സെക്കൻഡ്സ് ഒരാൾക്ക് കണ്ടുപിടിക്കാവുന്ന വളരെ നിസ്സാരമായിട്ടുള്ളൊരു സാങ്കേതിക പ്രശ്നത്തെക്കുറിച്ചാണ് DYFI നേതാക്കൾ നിരന്തരം രാത്രി ടെലിവിഷൻ ചാനൽ വന്നിട്ട് പച്ചക്കള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രശ്നം ഈ വസീഫും സനോജും ഇത് പറയുമ്പോൾ അവരുടെ വീട്ടിൽ പിള്ളേരിത് കേട്ട് ചിരിക്കില്ലേ? ഈ കേരളീയ സമൂഹത്തെക്കുറിച്ച് DYFIയും ഗോവിന്ദ മാഷ്കൊക്കെ അദ്ദേഹത്തിന് ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെക്കുറിച്ചൊക്കെ അറിയാൻ പാടുള്ളൂ എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് എന്താണ് ഈ പറയുന്ന സാങ്കേതിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ BJPയുടെ യുവജന നേതാക്കളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPM DYFIയുടെ അവർക്ക് എങ്ങനെയാണ് ഇത്രയും സാങ്കേതികമായ വികാസം സംഭവിച്ചിട്ടുള്ള സമൂഹത്തിൽ ഇങ്ങനെ പറയുന്നതിൽ അവർക്കൊരു ലജ്ജയും നാണവുമില്ല എന്നാണ് അവരാലോചിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളിത് ഈ പ്രശ്നം പരിഹരിക്കാൻ സന്നദ്ധമല്ല. ഒരു കാര്യത്തിൽ ഞങ്ങൾ സന്നദ്ധമല്ല. ഞങ്ങൾ റിബേഷിനെ സംരക്ഷിക്കും എന്നാണ് DYFI പറയുന്നത്. നിങ്ങൾ എന്തോ വേണേൽ പറഞ്ഞോ, നാട്ടിൽ എന്തോ കലാപം ഉണ്ടായിക്കോട്ടെ, എന്തോ വർഗീയത ആയിക്കോട്ടെ, എന്ത് തോന്നിയവാസമായിക്കോട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നാണ് ഇവർ പറയുന്നത്.